പഠനകാലത്ത് അവരെ കല്യാണ വീടിലോ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പുകളിലോ ടൂറിലോ ആഘോഷവേളകളിലോ അവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഹലോ, PSCയുമായി ബന്ധപ്പെട്ട 3ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോഴേ വെക്കേഷൻ ടൈമാണ്, ഉത്സവങ്ങളുടെ സമയമാണ്, ആഘോഷങ്ങളുടെ സമയമാണ്, നമ്മൾ അടിച്ചു പൊളിക്കുന്നൊരു സമയമാണിതല്ലേ. പക്ഷേ PSCക്ക് പഠിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഒരു ടൈം നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഏതൊരു PSCയിലൂടെ ഗവൺമെൻറ് ജോലി നേടിയെടുത്ത വ്യക്തിയെയും നമ്മൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ അവരുടെ പഠനകാലം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും അവരെ കുറച്ചു കാലം അവരുടെ ആ പഠനകാലത്ത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അവർ സിനിമ കാണാൻ പോകാറുണ്ടാവില്ല, അവർ ഉത്സവത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആഘോഷങ്ങൾ നമ്മൾ അവരെ തീരെ കണ്ടിട്ടുണ്ടാവില്ല. ആ വ്യക്തി കുറച്ചു കാലത്തേക്ക് എന്തായിരിക്കും പുറത്ത് ഇറങ്ങിയിട്ട് നമ്മൾ കാണുന്നത് ചുരുക്കമായിരിക്കും. വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമായിരിക്കും അവരെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് ഏതൊരു PSCയിലൂടെ ജോലി നേടിയ ആൾക്കാരുടെയും പിന്നിലുള്ളൊരു കഥയായിരിക്കും. അത്രയും കഷ്ടപ്പെട്ട് പലതും ഒഴിവാക്കി പല ത്യാഗങ്ങളും സഹിച്ച് കുറേ കാര്യങ്ങൾ അയാൾ ഒഴിവാക്കിയിട്ടായിരിക്കണം അയാൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാത്തിലും പോയി അതിനുശേഷം അതിൻ്റെ സൈഡിലൂടെ ഈ PSC പഠനം എന്നതിലൂടെ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്കത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ മാത്രം, ചടങ്ങുകളിലും ഉത്സവങ്ങളിലും എന്തോ ആവട്ടെ, അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രം പോവുക, എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. അതുപോലെ ടൂറ് തുടങ്ങിയ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും ഈ ഒരു ടൈമിൽ നന്നാവുക. കാരണം PSC ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പിയായി സ്വന്തം വരുമാനത്തിൽ സ്വന്തം കയ്യിൽ സാലറി ഉണ്ടാവും. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എവിടെ വേണം പോവാം, ടൂറ് പോവാം, ഉത്സവങ്ങളിൽ പങ്കെടുക്കാം, ആഘോഷങ്ങളിൽ പങ്കെടുക്കാം, ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു പഠിക്കുന്ന ടൈം ഇപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ അതൊരു നഷ്ടമായിരിക്കും നിങ്ങൾക്ക് വരുത്തിയിരിക്കുക. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഈ പഠന സമയത്ത് നമുക്ക് മാക്സിമം മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ഈ പഠനത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക. കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ റിസൾട്ടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു വെക്കേഷൻ ടൈമിലുള്ള ബാക്കിയുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ കേൾക്കുന്ന വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്.